സി ഷേപ്പിലാണ് ഈ വർക്ക് സ്ലാബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർഡെക്കർ എന്നും പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ കുറെ ഞാൻ കണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫെറോ സിമെന്റ് ആണ് സ്ട്രക്ചർ, വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ. ഫെറോ സിമെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനലിങ് ഈ സെയിം ഷീറ്റ് വെച്ച് തന്നെ ഇവിടെ പാനൽ ചെയ്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്റർഡെക്കർ ഇന്റീരിയേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് അടൂരാണ്, അഖില മേഡത്തിൻ്റെ വീട്ടിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ നമ്മളൊരു ടി വി യൂണിറ്റ്, പാർട്ടീഷൻ, ബെഡ്റൂം വാർഡ്രോബ്സ്, കൂടാതെ കിച്ചണ്, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ് ഇവയെല്ലാമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫെറോ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് ബെഡ്റൂം വാർഡ്രോബ്സും വാഷ് ഏരിയയും കൂടാതെ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് ഡോറിന് വേണ്ടിയിട്ട് പ്രീലാമിനേറ്റഡ് MDF-ഉം കൂടാതെ കിച്ചണ്, വാഷ് യൂണിറ്റിനെല്ലാം 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോറുകൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓണർ കൂടിയായ കിരൺ സാറും അഖില മേഡം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ അവരോട് തന്നെ ചോദിക്കാം. മേഡം ആണല്ലോ നാട്ടിലുണ്ടായിരുന്നേ? സാറ് ഓൾറെഡി പുറത്തായിരുന്നല്ലോ. ഞങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ബഹ്റിൽ നിന്ന സമയത്താണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇന്ത്യയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണം, ആരുടെ അടുത്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇന്റർഡെക്കർ എന്നും പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ കുറേ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിയത്തില്ലല്ലോ, യൂട്യൂബിൽ കണ്ടുന്നതെല്ലാം സത്യമാണോ അതെങ്ങനെയായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഓക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് ചെയ്തത്. നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു അല്ലേ? മേഡം നാട്ടിൽ വന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ വർക്കിലേക്ക് കൺവേർട്ടായി. വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സാർ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? ഡിസംബറിൽ വന്ന ഡിസംബർ 3-നായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 1 തന്നെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിനെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. സാറ് എങ്ങനെയുണ്ട്? വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാം ഫോണിൽ കൂടിയാണല്ലോ സാറ് കണ്ടിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടു, ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഓണർ ഫാമിലിയും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെയിൻ കിച്ചനകത്ത് സ്ലാബ് വാർക്കരുത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 2 ലെയറിൻ്റെ ഒരു ബോട്ടിൽ പ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു 13 സെൻറ്റിമീറ്ററോളം തിക്നെസ് ഈ മെയിൻ സ്ലാബിന് വന്നിട്ടുണ്ട്. നമ്മളിത് സാധാരണ 3 ലെയറിൻ്റെ ബോട്ടിൽ പ്ലോട്ടാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ 2 ലെയറേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. കൂടാതെ നമ്മൾ കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലെയിന് 3 ബാസ്ക്കറ്റാണ് സാധാരണ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 2 ബാസ്ക്കറ്റേ കൊടുത്തുള്ളൂ. ഈ ഹൈറ്റ് പ്രശ്നം കൊണ്ടാണ് അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 90 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി, 3 ബർണറിൻ്റെ ഒരു ഹോബുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സി ഷേപ്പിലാണ് ഈ വർക്ക് സ്ലാബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു അപ്പർ ക്യാബിൻ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളിവിടെ ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. സിങ്കിൻ്റെ നേരെ മുകളിലായി തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിൽ 4 ഡോറുള്ള ഒരു ബെഡ്റൂം ബാത്റൂമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെന്റ് ആണ് സ്ട്രക്ചർ, വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെന്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വലിയൊരു ഹാങ്ങിങ് പ്രൊവിഷനാണ്. 2 കൺസീൽഡ് ഡ്രോ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനലിങ് ഈ സെയിം ഷീറ്റ് വെച്ച് തന്നെ ഇവിടെ പാനൽ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇതിന് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടിയുണ്ട്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ കൂടി ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.